ഹായ് ഗൈസ്, എഗെയിൻ ഒരു നാട്ടിലെ പെട്ടി വീഡിയോ ആണ്. ടടാങ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് എന്ന് കണ്ടാലോ? മുമ്പ് ഞാൻ 2 പ്രാവശ്യം നാട്ടിലെ പെട്ടി വീഡിയോ ഇട്ടപ്പോൾ ഇത്ര ഐറ്റംസ് എങ്ങനെ കേടുകൂടാതെ കൊണ്ടുവരുന്നത്, കഴിച്ചു തീരുമോ, നമുക്കിത് ചെയ്തു കൊടുക്കുന്ന ബിസിനസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഇൻസ്റ്റാ DMൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ബിസിനസ് ആയിട്ടൊന്നും ചെയ്യുന്നതോ അങ്ങനെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കുന്ന സ്നേഹപ്പെട്ടി അത് തന്നെ. ഇന്ന് നമുക്ക് അച്ചാർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഉമ്മച്ചി ഇറക്കിയ പുതിയ റൈറ്റാണ്. നല്ല മാങ്ങ ക്യാരറ്റ് അച്ചാർ, സംഭവം അടിപൊളിയാണ്. റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉമ്മച്ചി ഇവിടെ എത്തിയാൽ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം. പിന്നെ നെല്ലിക്ക അച്ചാർ, മാങ്ങ ഉപ്പിലിട്ടത്, നല്ല മാങ്ങ അച്ചാർ കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു. ഇനി നമുക്ക് മെയിൻ ഐറ്റംസ് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതാ നല്ല ബീഫ് പൊരിച്ചത്. ബീഫില്ലാതെ എന്ത് നാട്ടിലെ പെട്ടിയില്ലേ. പിന്നെ നല്ല മാന്തൾ ഫ്രൈ. മാന്തൾ ഫ്രൈ എന്ന് പറയുന്നേക്കാളും നല്ല മാന്തൾ പൊരിച്ചത് തന്നെ പറയാം. പൊരിച്ചതെന്ന് പറയുമ്പോഴല്ലേ ആ ഒരു വികാരം കിട്ടുന്നത്. പിന്നെ കറി വെക്കാനായിട്ടുള്ള നല്ല ബീഫ് വരട്ടി വേവിച്ചതുണ്ട്. ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം കല്ലുമ്മക്ക, എൻ്റെ ഫേവറേറ്റ് ഐറ്റം. പിന്നെ ഇതാ നല്ല നത്തോലി പൊരിച്ചത്, ഇതും പൊള്ളിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്നുമല്ല, ചിപ്സ് ആയിട്ട് തന്നെ കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നല്ല അയക്കോറ പൊരിച്ചതും. ഇവിടെ എത്ര മീൻ കിട്ടുമെങ്കിലും നാട്ടിൽ നിന്ന് ഇതുപോലെ പൊരിച്ച് പൊതിഞ്ഞ് കൊടുത്തയച്ചത് തുറന്ന് കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടില്ലെന്നേ. പിന്നെ ഇതാ ചക്ക. നമ്മളെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ചക്കയുടെ വലുപ്പവും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സാരല്ല, നെക്സ്റ്റ് ടൈം ശരിയാക്കാം. പിന്നെ നല്ല നാടൻ കൈപ്പങ്ങയും, പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിക് കഴിച്ചതാ നല്ല സിപ്പപ്പ്, മഞ്ചാടിയുടെ അടിപൊളി ഫ്രൂട്ട് സിപ്പപ്പ്. പിന്നെ ഇവിടെ എത്ര ചോക്ലേറ്റ് ഇട്ടെങ്കിലും നമ്മുടെ മഞ്ച്, അതിനെ നമ്മൾ അവഗണിക്കരുതല്ലോ. ഇതെൻ്റെ മോളുടെ ഫേവറേറ്റ് മുറുക്കാണ്, ചീസ് നുറുക്ക് എന്നാ പറയാ നമ്മൾ. പിന്നെ ഇതാ നല്ല വർത്തായ്ക്കുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായ നല്ല പുളിയുണ്ട്. പിന്നെ ഈ ബിസ്ക്കറ്റിനെ നമ്മൾ ഉസ്മാനിയ എന്നാണ് പറയുക, ഉസ്മാൻ ബിസ്ക്കറ്റ് എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയും മുളക് പൊടിയും ചായപ്പൊടിയും. പിന്നെ ആ മഞ്ച് എൻ്റെ മോൾ പറഞ്ഞിട്ടാണെങ്കിൽ ഈ മഞ്ച് എനിക്കിഷ്ടപ്പെട്ട മഞ്ചാണ്. മഞ്ചിൻ്റെ തന്നെ ചേട്ടൻ എന്ന് വിളിക്കാം, മഞ്ച് നട്ട്സ്. പിന്നെ ഇതാ ഒരുവിധം മലയാളികളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കൊണ്ടുവരുന്ന ഒരു ഐറ്റം ഉണക്കല്, നല്ല ഉണക്കല് മാന്തളും ഉണക്കസ്രാവും. പിന്നെ കുറച്ച് തേങ്ങയും. കൂടാണ്ട് ഇതാ ഈ ഒരു പൊതിക്കുള്ളിലുള്ള സാധനം, പൊതി ചെറുതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള ഐറ്റം സംഭവം സൂപ്പറാണ് കേട്ടോ. ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി മസാല ഉമ്മച്ചി തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്രാവശ്യത്തെ നാട്ടിലെ പെട്ടി ഐറ്റംസ്. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ പോയി ഇതെല്ലാം കഴിക്കട്ടെ. ഇതൊക്കെ എപ്പോൾ തീരുന്ന് ചിന്തിക്കേണ്ട, ഇതൊക്കെ വേഗം തീരുന്നേ. അടുത്ത വീഡിയോ കാണും വരെ ബൈ ഫ്രം ബ്രഞ്ച് ടോക്സ്.